ബുക്ക് ഇൻസൈറ്റ് പോസിബിലിറ്റീസ് ഇൻ അഡ്വേഴ്സിറ്റീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫിയർ ഓഫ് ഫെയിലിയർ, എങ്ങനെ ഈ ഫിയർ ഓഫ് ഫെയിലിയറിൻ്റെ പരിണിത ഫലം അല്ലെങ്കിൽ നമ്മുടെ നാട് ഇതുകൊണ്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ ഫിയർ ഓഫ് ഫെയിലിയറിൽ നിന്ന് യുവാക്കൾ കം ഔട്ട് ആവണമെന്നാണ് ഞാൻ വീണ്ടും പറയുന്നത്. കാരണം നിങ്ങൾ പരാജയപ്പെട്ടാൽ ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങൾ പരാജയപ്പെട്ടാൽ ആകെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ കുറേ എക്സ്പീരിയൻസ് നേടും. നിങ്ങൾ എക്സ്പീരിയൻസ് നേടുമ്പോൾ നിങ്ങളുടെ നാട്ടിലെ, നിങ്ങളുടെ ഗ്രാമത്തിലോ നിങ്ങളുടെ ചുറ്റുമുള്ള കളിയാക്കിയ ആളുകളേക്കായി നിങ്ങൾ വളരെ ഉയരത്തിലാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. തോൽക്കുന്നതിൽ നിന്നും വളരെയധികം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. ജയിക്കുന്നതിൽ മാത്രമല്ല, തോൽക്കുന്നതിൽ നിന്നാണ് കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടുന്നത്. പല പ്രാവശ്യം തോറ്റിട്ടുള്ള ആളെന്ന നിലയിൽ തോൽവി എന്നെ പഠിപ്പിക്കരുതെന്ന് ഞാൻ പലരോടും പറയാറുണ്ട് തമാശയ്ക്ക്. പക്ഷേ ഈ തോൽവി പല പ്രാവശ്യം കിട്ടിയത് ഞാനിന്നൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. കാരണം ആ തോൽവിയാണല്ലോ ഇന്ന് ഞാൻ പറയാമല്ലോ, എൻ്റെ സംരംഭക ജീവിതം ആദ്യം തുടങ്ങുന്ന ആംലിൻ ബയോഫാർമ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അട്ടർലി ഫെയിൽ ആയതുകൊണ്ടാണ് ഇന്ന് ക്ലോവേഴ്സ് ഗ്രൂപ്പ് ഉണ്ടായതും IBOSD ഉണ്ടായതും ഇക്കണ്ട ആളുകളുമായിട്ട് എനിക്ക് സംവദിക്കാൻ കഴിഞ്ഞതുമൊക്കെ. അപ്പോൾ ഒരിക്കലും ഒരു പരാജയം ഒരു പെർമനൻറ്റ് പരാജയമല്ല. ഫെയിൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് എന്നാണ്. കാരണം ആ ഒരു പരാജയത്തിലൂടെ നമ്മൾ പലതും പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫിയർ ഓഫ് ഫെയിലിയറിൽ നമ്മൾ ഓവർകം ചെയ്യണം. അതിന് നിങ്ങൾക്ക് ഒരു കടമ്പയാണ് ആക്ച്വലി. പെട്ടെന്ന് നമുക്കതിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മുടെ വിശ്വാസ സംഹിതകളെ മാറ്റി എഴുതേണ്ടി വരും. നമ്മളുടെ അസോസിയേഷൻ, നമ്മൾ എന്തൊരു ആളുകളോട് ഇടപെടുന്നു. ഈ ഫിയർ ഓഫ് ഫെയിലിയർ കൂടാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഓൾവേസ് നെഗറ്റീവായിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ആളുകളോട് നമ്മൾ ഇടപെടുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഫിയർ ഓഫ് ഫെയിലിയർ നമ്മുടെ മനസ്സിൽ സെറ്റിലായി പോകുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതങ്ങ് അടിയുറച്ച് നമ്മൾ വിശ്വസിക്കാനുള്ള കാരണവും ഇത്തരം ആളുകളോട് മാത്രം നമ്മൾ ഇടപെടുന്നതുകൊണ്ടാണ്. നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മുടെ ഇൻട്രാക്ഷൻ, കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മുടെ എക്സ്പോഷർ, നമ്മൾ പറയും ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുമെന്ന്. കാരണം നമ്മൾ എന്തിനോട് അറ്റാച്ച് ചെയ്യുന്നു അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വളരുന്നത്. നമ്മുടെ ഗ്രോത്ത് എപ്പോഴും നമ്മുടെ സറൗണ്ടിങ്സിനനുസരിച്ചിട്ടായിരിക്കും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സെഷനിൽ എവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഷാർക്കുകളുടെ കഥ. ഷാർക്കുകൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊരു ഷാർക്കിനെ പിടിച്ച് നിങ്ങളുടെ ഡൊമസ്റ്റിക് അക്വേറിയത്തിൽ ഇട്ടാൽ അത് ആ ഡൊമസ്റ്റിക് അക്വേറിയത്തിൻ്റെ സൈസിൽ ഷാർക്ക് വളരും. മറിച്ച് അതേ ഷാർക്കിനെ പിടിച്ച് നിങ്ങൾ കടലിടുകയാണെങ്കിൽ അത് ഫോർമിഡബിൾ സൈസായിട്ട് വളരും. അതിനർത്ഥം എന്താ? നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരിക്കുന്നു അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ വളർച്ചയും. അപ്പോൾ നിങ്ങളുടെ വളരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് സെൽഫ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നില്ല എന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ കഴിഞ്ഞ ഒരു വർഷം ഒരു മാറ്റം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ഇമ്പ്രൂവ് ആയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സമയമായി എന്നാണ് യൂണിവേഴ്സ് തരുന്ന ഇൻഡിക്കേഷനാണത്. അപ്പോൾ തന്നെ ചിന്തിച്ചു തുടങ്ങണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റിവ്യൂ ചെയ്യണം. നമ്മളെ റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ആലോചിക്കും നമ്മൾ എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. നമ്മളൊന്നും നേടിയില്ലല്ലോ കഴിഞ്ഞ ഒരു വർഷം. നമ്മളെല്ലാം ഈ ഫസ്റ്റ് ഇയറിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ ഒരുപാട് കമ്മിറ്റ്മെൻറ്റൊക്കെ എടുക്കും. പക്ഷേ എത്ര പേര് ഇതിന് ഇടയ്ക്ക് വെച്ച് അല്ലെങ്കിൽ മന്ത്ലി റിവ്യൂ ചെയ്യുന്നുണ്ട്? നമ്മൾ മന്ത്ലി നമ്മളൊന്ന് റിവ്യൂ ചെയ്ത് നോക്കണം. നമ്മൾ എവിടെയെങ്കിലും എത്തുന്നുണ്ടോ? നമ്മൾ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ? പുതിയ ലാംഗ്വേജ് പഠിക്കുന്നുണ്ടോ? പുതിയ സ്കില്ല് നേടുന്നുണ്ടോ? പുതിയ ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടോ? പുതിയ ടെക്നോളജി എന്തെങ്കിലും അഡോപ്റ്റ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? തോട്ട് പ്രോസസ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ഫിയർ ഓഫ് ഫെയിലിയറിൽ നിന്ന് പുറത്തു പോകും. പക്ഷേ ഇനി നിങ്ങൾക്ക് അതിൻ്റെ ആ സിറ്റാഡലിൽ നിന്ന് പുറത്തു പോകാൻ കഴിയുന്നില്ല, ആ ക്ലച്ചിൽ നിങ്ങൾക്ക് പുറത്തു പോകാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് വേണം? നിങ്ങൾ അതിന് പറ്റിയ ആളുകളെ കണ്ടെത്തണം. അതിനാണ് നിങ്ങൾക്ക് പലപ്പോഴും ഈ സെമിനാറുകൾ, ലീഡർഷിപ്പ് സെമിനാറുകളും ഒക്കെ അവൈലബിളാണ്. ഇന്ന് യൂട്യൂബിൽ അവൈലബിളാണ്. അല്ലാതെ തന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം. കാരണം എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം, നിങ്ങളുടെ ഏണിങ്സിൻ്റെ 2 to 10% നിങ്ങളുടെ ഫർദർ നിങ്ങളുടെ ലേണിങ്ങിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കുക. 5 വർഷം കൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലേക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ഞാൻ എൻ്റെ കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 9,000 ദിറംസിൻ്റെ കോഴ്സ് ചെയ്യാൻ പൈസ ഇല്ലാതെ കഷ്ടപ്പെട്ട് ഞാൻ എങ്ങനെ കോഴ്സ് ചെയ്തു എന്ന്. ആ കോഴ്സ് ചെയ്തുകൊണ്ട് എത്ര 9,000 ദിറംസുകൾ പിന്നീട് വന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞാലേ. നിങ്ങൾ ആ ഫിയർ ഓഫ് ഫെയിലിയറിൽ നിന്ന് കം ഔട്ട് ആവേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ് ചാപ്റ്റർ 4 പറയുന്നത്. അതിനുള്ള പ്രധാന കാരണം നമ്മുടെ അസോസിയേഷൻ, നമ്മുടെ ചിന്തിച്ചിരിക്കുന്ന പഴയ കാലത്തുള്ള നമ്മുടെ ബിലീഫ് സിസ്റ്റം, അത് നമ്മുടെ ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ടാക്കും. പിന്നെ പരാജയ ഭീതി, പിന്നെ പരാജയപ്പെടുമെന്നുള്ള ഭീതി. പരാജയപ്പെട്ടാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഈ പരാജയപ്പെട്ട ഒന്നും സംഭവിക്കുന്നില്ല എന്ന് നമ്മുടെ മനുഷ്യനെ പെട്ടെന്ന് കൺവിൻസ് ചെയ്യാൻ പ്രയാസമാണ്. പക്ഷേ അത് എങ്ങനെ കൺവിൻസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമ്മൾ ആരാന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പലർക്കും നമ്മൾ ആരാന്നുള്ളത് തിരിച്ചറിയുന്നില്ല. പലരും വിചാരിക്കുന്നത് ഞാൻ വലിയ തറവാട്ടിൻ്റെ അംഗമാണ്. നിങ്ങളുടെ തറവാട് ഇവിടെ ഇല്ലേ, ഒരു മിമിക്രിയിൽ പറയുന്ന പോലെ 4 ചീനിക്കമ്പും ഒരു ഓലമടലും മറച്ചു വെച്ച തറവാടുകളാണ് പലർക്കും ഉള്ളത്. ഈ തറവാടെന്നൊക്കെ പറയുന്നത് ഈ ലോകത്തിൻ്റെ ഇങ്ങേയറ്റത്തെ കോണിൽ ഏതോ ഒരു ഗ്രാമത്തിൽ വിദ്യാഭ്യാസമില്ലാത്ത ആരോ പറഞ്ഞ ഒരു വാക്കാണത്. ആ വാക്കിലാണ് ഇന്നും ചുറ്റിപ്പിടിച്ച് കിടക്കുന്നത്. ഇപ്പം നമ്മൾ പലരെയും ബുദ്ധിജീവികളെന്ന് വിളിക്കും. നിങ്ങളെ ആരാണ് ബുദ്ധിജീവികളെന്ന് വിളിച്ചത് ആരെങ്കിലും ചോദിക്കാറുണ്ടോ?
അതായത് ഇന്ന് നമ്മൾ പണ്ട് ബുദ്ധിജീവികളെന്ന് വിളിച്ചിരുന്ന പല ആൾക്കാരും ഇന്ന് കാട്ടിക്കൂട്ടുന്ന മണ്ടത്തരങ്ങളും പറയുന്ന മണ്ടത്തരങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഇവരെ ആരാണ് ബുദ്ധിജീവികളെന്ന് വിളിച്ചിരുന്നത്? ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറയുകയുണ്ടായി, ഒരു പെർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളെയാണ് കൂടുതൽ ബുദ്ധിജീവികളെന്ന് വിളിക്കുന്നത്. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്കറിയാം ഇവരെ ആരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിജീവികളെന്ന് വിളിച്ചത്? ഇവരെ ബുദ്ധിജീവികളെന്ന് വിളിച്ചത് സത്യത്തിൽ അന്നത്തെ പാവപ്പെട്ട ആളുകളെ രാത്രി മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു കൂട്ടുമ്പം അവർക്ക് ലോകത്തെക്കുറിച്ച് ഒന്നും അറിയാത്തവരുടെ മുമ്പിൽ എന്തൊക്കെയോ തത്വശാസ്ത്രങ്ങൾ പറഞ്ഞപ്പം ഇവർ വലിയ ബുദ്ധിജീവികളാണെന്ന് അവർ പറഞ്ഞത് കേട്ടിട്ടാണ് പിന്നീടുള്ള ആൾക്കാർ അത് വിളിച്ചു പറയുകയും, എന്നാൽ ഈ ബുദ്ധിജീവികൾക്കാട്ടെ കമ്പ്യൂട്ടറിനെ കുറിച്ച് നോളജില്ല, ടെക്നോളജിയെക്കുറിച്ച് നോളജില്ല, വരുന്ന സാമ്പത്തിക നയങ്ങളെക്കുറിച്ച് ബോധമില്ല, അല്ലെങ്കിൽ ലോകത്തുണ്ടാകാൻ പോകുന്ന ഡെവലപ്മെൻറ്റുകളെക്കുറിച്ച് ബോധമില്ല. ഇതൊന്നുമില്ലാത്ത ആളുകളെ ഇന്നും നമ്മൾ ബുദ്ധിജീവികളെന്നാണ് വിളിക്കുന്നത്. എന്ത് ബുദ്ധിജീവികൾ? ആ ബുദ്ധി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ കേരളം എന്നേ രക്ഷപ്പെട്ടേനെ. കാരണം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, രാവിലെ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷ് മുതൽ രാത്രി ഉറങ്ങാൻ ഉപയോഗിക്കുന്ന പുതപ്പിന് വരെ അന്യ സംസ്ഥാനങ്ങളെ മാത്രം ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ് നമുക്ക് എന്തുകൊണ്ട് ഇത് മാറ്റിയെടുത്തുകൂടാ? ഇത് മാറ്റാത്തതിൻ്റെ പ്രധാന കാരണം ഫിയർ ഓഫ് ഫെയിലറാണ്. ഇത് ഇന്ന് കമ്മൗട്ടായി ഞാൻ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എന്തോ മാനം ഇടിഞ്ഞു വീഴുമെന്നുള്ള പേടി. അപ്പോൾ ഈ ഫിയർ ഓഫ് ഫെയിലിയറിൽ നിന്ന് പുറത്ത് പോകണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ വിശ്വാസങ്ങളെ മാറ്റി എഴുതണം, നമ്മുടെ അസോസിയേഷനെ മാറ്റി എഴുതണം, നമ്മൾ ഇന്ന് ചെയ്യുന്ന നമ്മൾ പുതിയ ആളുകളെ കണ്ടെത്തണം, പുതിയ ആളുകളോട് ഇൻട്രാക്ട് ചെയ്യണം, ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവരെ കണ്ടെത്താൻ ശ്രമിക്കണം, കൂടുതൽ വായിക്കണം, കൂടുതൽ പഠിക്കണം. യുവർ ലേണിംഗ് വിൽ ഡിസൈഡ് യുവർ ഏണിംഗ് എന്ന് ഞാൻ വീണ്ടും പറയും. നിങ്ങളുടെ 2 to 10% ഓഫ് യുവർ ഇൻകം നിങ്ങൾ റീഇൻവെസ്റ്റ് ചെയ്യുക തന്നെ വേണം, പുതിയ സ്കില്ലുകൾ പഠിക്കാൻ. കാരണം ഈ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറുന്ന ലോകത്തിനനുസരിച്ച് അവരുടെ ലോകത്തിൻ്റെ റിക്വയർമെൻറ്റ് മാറുകയാണ്. ഇന്ന് ഒരുപാട് പേര് പറയുന്നു ജോലി നഷ്ടപ്പെടുന്നു. എന്തുകൊണ്ട് ജോലി നഷ്ടപ്പെടുന്നു? അപ്ഡേറ്റഡ് അല്ല. അല്ലെങ്കിൽ നമ്മൾ എന്തിനും ജോലി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ജോയിനിങ് ഇൻ അതേഴ്സ് ബിസിനസ്. മറ്റുള്ളവൻ്റെ ബിസിനസ്സിലാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം ബിസിനസ്സിൽ നമ്മൾ ചെയ്യുന്നില്ല. മൈൻഡ് യുവർ ബിസിനസ് എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ ഒരിക്കലും നമ്മുടെ ബിസിനസ്സിൽ ഇതുവരെ മൈൻഡ് ആയിട്ടില്ല, നമ്മൾ അതിൽ ഫോക്കസ് ചെയ്തിട്ടില്ല. നമുക്ക് ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരുത്താവുന്ന ഒരു മാറ്റം ഞാൻ പറയാം. അതായത് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ, ഇവരിൽ എത്ര പേർക്ക് സ്വന്തമായിട്ട് ഒരു പാലം പോയിട്ടൊരു കലം കെട്ടാൻ പറ്റും? അവരുടെ കുറ്റമല്ല ആക്ച്വലി. കാരണം ഈ ട്രെയിനിങ്ങുകളുടെ സമയത്ത് ഈ 4 വർഷം ഇവർ എഞ്ചിനീയറിംഗ് കോളേജിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അത് 1 വർഷം കൂടെ നീട്ടി 1 വർഷം ഏതെങ്കിലും കോൺട്രാക്ടറുടെ കീഴിൽ ഒരു സൂപ്പർവൈസറായിട്ടോ അല്ലെങ്കിൽ ഒരു ട്രെയിനി സൂപ്പർവൈസറായിട്ടോ ഇവരെ നിയമിച്ചെങ്കിൽ മാത്രമേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ എന്നൊരവസ്ഥ വരുവാണെങ്കിൽ ഈ കേരളത്തിൻ്റെ സ്ഥിതി ഇതായിരിക്കത്തില്ല. ലോജിസ്റ്റിക് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളെ ഏതെങ്കിലും ഒരു കമ്പനിയോട് അറ്റാച്ച് ചെയ്ത് 1 വർഷം നിങ്ങളിത് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ എംപ്ലോയർ തരുന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് മാത്രമേ നിങ്ങൾക്ക് ഈ ഡിഗ്രി കിട്ടുകയുള്ളൂ എന്നൊരു സിസ്റ്റം ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ ഞാൻ പറയാം, ഈ നാട് മാറും. ഈ നാടിന് അയിത്തൊന്നുമില്ല. ഈ ജെൻസി വളരെ പവർഫുള്ളാണ്, വളരെ പൊട്ടൻഷ്യലാണ്. എനിക്ക് 2 ആൺകുട്ടികളാണ്. എൻ്റെ മക്കളെ ഞാൻ കണ്ടെടുത്തോളം അവർ എന്നെക്കായും ഒക്കെ 10 മടങ്ങ് ഇൻ്റലിജൻ്റാണ്. കാര്യങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള കഴിവ്. എൻ്റെ മൂത്ത മകനെയൊക്കെ സംബന്ധിച്ച് നോക്കിയാൽ അതായത് ലോകത്തിൽ പറയുന്ന പല വാഗ്ദാനങ്ങൾ, ഈ പറയുന്ന ഓഫറുകളൊക്കെ അവൻ ഒറ്റയടിക്ക് അനലൈസ് ചെയ്ത് പറയും ഇത് ഫേക്കാണ് അല്ലെങ്കിൽ ഇത് തട്ടിപ്പാണ് എന്ന്. അത് എൻ്റെ കാലഘട്ടത്തിൽ, മില്ലേനിയത്തിൻ്റെ കാലഘട്ടത്തിൽ അത് ഞങ്ങൾക്ക് അത്ര ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയാം ഈ മില്ലേനിയം കാലഘട്ടത്തിലുള്ള ആളുകൾ അവരാണ് കൂടുതൽ മദ്യത്തിന് ഒക്കെ അടിമപ്പെടുന്നത്. എന്നാൽ ജെൻസി പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഈ മില്ലേനിയത്തിലുള്ളതിനേക്കാളും 14% താഴെയാണ് ഈ ഇന്നത്തെ തലമുറ മദ്യത്തിന് അടിമപ്പെട്ടിരിക്കുന്നത്. എല്ലാവരുടെയും വിചാരം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജെൻസികളെല്ലാം പോക്കാണ്, എല്ലാം MDMA അടിച്ച് കറങ്ങുന്നവരാണ്, മദ്യത്തിന് അടിമയാണ്, എല്ലാം സെക്ഷൽ പെർവേർട്ടാണ്, പെൺകുട്ടികളെല്ലാം വസ്ത്രധാരണം ഇങ്ങനെ ധരിക്കുന്നതുകൊണ്ട് അവരെല്ലാം മോശക്കാരാണ്. സത്യത്തിൽ അതല്ല. ഈ കണ്ട തോന്നിവാസങ്ങളൊക്കെ ഉണ്ടായിരുന്നത് മില്ലേനിയത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നു, ജെൻസിയുടെ കാലഘട്ടത്തിലല്ല. ജെൻസി ഓഫ് കോഴ്സ് അവർ ചിലപ്പം സ്ട്രെയിറ്റ് വേ കാര്യങ്ങൾ പറയും. പക്ഷേ ഈ ജെൻസിയെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുവാണെങ്കിൽ, ഈ ഭരണകൂടത്തിനും ഇന്നത്തെ സിസ്റ്റത്തിനും ഇവരുടെ പൊട്ടൻഷ്യൽ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ഒരുത്തനും നിങ്ങളുടെ മുഖത്ത് തുപ്പില്ല. ഈ തുപ്പിയ കഥ മാത്രമല്ല, ഒരുപാട് പ്രവാസികളെ വളരെയേറെ ചൂഷണം ചെയ്യുന്നതും വളരെ നികൃഷ്ടമായി ട്രീറ്റ് ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ജോർദാൻ മുതൽ അതായത് മിഡിൽ ഈസ്റ്റ് കൺട്രീസിലും ബഹ്റിനിലും ഖത്തറിലും പല രാജ്യങ്ങളിലും ഞാൻ വളരെ ഇൽ ട്രീറ്റ് ചെയ്യപ്പെടുന്ന പ്രവാസികളെ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ മാത്രമല്ല, ഇന്ത്യക്കാരെ മാത്രമല്ല, ആഫ്രിക്കൻസിനെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നവരെ. എന്തുകൊണ്ടാണ്? വരും സെഷനിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് സംസാരിക്കും. ഇതൊക്കെ മാറ്റിയെടുക്കാൻ നിങ്ങൾ ഈ ജെൻസി തീർച്ചയായിട്ടും നിങ്ങളെ ഓരോ എംപ്ലോയറോടും ഞാൻ പറയുകയാണ്, ഓരോ ടീച്ചേഴ്സിനോടും ഓരോ പ്രിൻസിപ്പാൾസിനോടും ഞാൻ ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഈ ബുക്ക് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് വായിപ്പിച്ചിരിക്കണം. കാരണം ഈ നാട് മാറാൻ നിങ്ങൾ വിചാരിച്ചാൽ മതി. ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നാണ്. നിങ്ങൾ വിചാരിക്കാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ തോട്ട് പ്രോസസ്സ് അവരിലേക്ക് എത്തിക്കാൻ കഴിയും.
ഈ നാട്ടിൽ നിന്ന് പുറത്തുനിന്നൊരു രക്ഷകൻ വരാൻ പോകുന്നില്ല. ഇവിടെ രക്ഷകന്മാർ ഓൾറെഡി ഉണ്ട്. ഇന്ന് നമുക്ക് അനുകൂലമായ സാഹചര്യമാണ്. ഇവിടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഹ്യൂമൻ റിസോഴ്സ് തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ ഫിയർ ഓഫ് ഫെയിലിയറിൽ നമ്മൾ ഓവർകം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ നാടിനെ നന്നാക്കാൻ കഴിയും. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ ഫിയർ ഓഫ് ഫെയിലിയറിൽ നിന്ന് എങ്ങനെ കമൗട്ട് ആകാമെന്ന്. ഇനി ഇതിൻ്റെ തുടർ സെക്ഷൻ അടുത്ത സെഷനിൽ കേൾക്കാം.